മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ ചിത്രമാണ് മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ദൃശ്യം. 2013 മലയാളത്തിലെ ആദ്യത്തെ 50 കോടി ചിത്രമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുകയും മലയാളത്തിലെ ക്രൈം ത്രില്ലർ ചിത്രങ്ങളുടെ പരമ്പരാഗതമായ രീതികളെ പൊളിച്ചെഴുതുകയും ചെയ്ത ദൃശ്യം ഇന്നും ആഘോഷിക്കപ്പെടാൻ ഒറ്റ കാരണമേയുള്ളൂ: സിനിമയുടെ പഴുതടച്ച മേക്കിംഗ്. അതുകൊണ്ട് തന്നെ ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ 3ാം ഭാഗവുമായി മോഹൻലാലും ജീത്തു ജോസഫും എത്തുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കും മുൻവിധികൾക്കും കുറവുകൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നതിനുള്ള തെളിവാണ് ദൃശ്യം 3-ക്കുണ്ടായ പ്രീ സെയിൽ കണക്കുകൾ. 35 കോടി അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിലൂടെ മാത്രം ചിത്രം സ്വന്തമാക്കി എന്ന് പറയുന്നത് തന്നെയാണ് മോഹൻലാൽ എന്ന താരത്തിന്റെ ഉന്നതിയെ പ്രതിഫലിപ്പിക്കുന്നത്. റിലീസിന് മുൻപുണ്ടായ എല്ലാ പ്രീ റിലീസ് ഹൈപ്പുകളെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമാ അനുഭവമാണ് ദൃശ്യം 3 പ്രേക്ഷകന് സമ്മാനിക്കുന്നത്. സിനിമ തുടങ്ങി ആദ്യ നിമിഷം മുതൽ പ്രേക്ഷകനും ജോർജ് കുട്ടിക്കും കുടുംബത്തിനുമൊപ്പം സഞ്ചരിക്കും. ജോർജ് കുട്ടിയുടെ സങ്കടവും ഭയവും പ്രേക്ഷകന്റേത് കൂടിയാണ്. ജോർജ് കുട്ടിയുടെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു എന്ന ചിന്ത പ്രേക്ഷകരിൽ സൃഷ്ടിച്ചെടുക്കാൻ സംവിധായകന് സാധിച്ചു എന്നതാണ് ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും വലിയ വിജയം. സിനിമയുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ തന്നെ പറയുന്നുണ്ട്, ഗീതാ പ്രഭാകറിന് നീതി ലഭിക്കണമെന്നും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ താൻ അവരുടെ കൂടെയാണെന്നും അത്തരത്തിൽ ഓരോ കഥാപാത്രത്തിന്റെയും വൈകാരിക തലത്തിലൂടെയാണ് ദൃശ്യം 3 സഞ്ചരിക്കുന്നത് എന്നും. ദൃശ്യം 2 എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെയാണ് ദൃശ്യം 3 തുടങ്ങുന്നത്. സാമ്പത്തികപരമായി ജോർജ് കുട്ടിയും കുടുംബവും ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. അയാൾ ഇന്നൊരു സിനിമാ നിർമ്മാതാവ് കൂടിയാണ്. ആദ്യ സിനിമയുടെ വിജയം അയാളെ ഭ്രമിപ്പിക്കുന്നില്ല. അയാൾക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ കൂടി സാധിക്കുന്നില്ല. ഭൂതകാലം അയാളിലെ സന്തോഷത്തെയും സമാധാനത്തെയും വേട്ടയാടാൻ തന്നെ തുനിഞ്ഞിറങ്ങിയതാണ് എന്നത് തന്നെയാണ് ദൃശ്യം 3 സിനിമ തുടങ്ങി കുറച്ചു നിമിഷങ്ങളിൽ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഭൂതകാലം തന്നെയും കുടുംബത്തെയും വേട്ടയാടുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടായപ്പോൾ അയാൾ വീണ്ടും സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ആ 4ാം ക്ലാസ്സുകാരൻ തന്റെ വാക്കു പാലിച്ചു. മോഹൻലാലിന്റെ സൂക്ഷ്മമായ അഭിനയ മുഹൂർത്തങ്ങൾ തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. ജോർജ് കുട്ടിയുടെ എല്ലാ വൈകാരിക തലങ്ങളും മോഹൻലാൽ എന്ന നടനിൽ ഭദ്രമായിരുന്നു. ഭയം എന്ന വികാരത്തെ ഒരു നോട്ടം കൊണ്ടും ഞെട്ടലുകൾ കൊണ്ടും അദ്ദേഹം ഗംഭീരമാക്കുന്നു. നിസ്സഹായത, സ്നേഹം, കരുണ, ക്രൗര്യം തുടങ്ങി എല്ലാം അയാളിൽ വന്നു പോകുന്നു. ഗംഭീരമായ തിരക്കഥ കൊണ്ടും അതിന്റെ എക്സിക്യൂഷൻ കൊണ്ടും ഞെട്ടിച്ച സിനിമയാണ് ദൃശ്യം. എന്നാൽ അലസമായ എഴുത്തുകൊണ്ടും തന്റെ തന്നെ സ്ഥിരം ശൈലിയുടെ ആവർത്തനം കൊണ്ടും ഗംഭീരമാവേണ്ടിയിരുന്ന ദൃശ്യം 3-ൽ അതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രമാവാം വരും ദിവസങ്ങളിൽ ആരാധകർക്ക് ആഘോഷിക്കാനായി അവശേഷിക്കാൻ പോകുന്നത്. ഈ ചിത്രത്തിനായി പ്രേക്ഷകർ എത്രത്തോളം കാത്തിരിക്കുന്നുവെന്ന് വെളിവാക്കിയ അഡ്വാൻസ് ബുക്കിംഗ് ആയിരുന്നു ദൃശ്യം 3-ക്ക് ലഭിച്ചത്. 11 ദിവസങ്ങൾക്ക് മുൻപാണ് ചിത്രത്തിന്റെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത്. പ്രമുഖ ട്രാക്കർമാരായ സാക്നിൽക്കിന്റെ കണക്ക് പ്രകാരം ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടിയ നെറ്റ് കളക്ഷൻ 15.85 കോടിയും ഗ്രോസ് 18.37 കോടിയുമാണ്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നാവട്ടെ 43.37 കോടിയും. എന്നാൽ കേരളത്തിൽ നിന്നുള്ള ട്രാക്കർമാർ ആഗോളതലത്തിൽ ഇതിനേക്കാൾ വലിയ സംഖ്യയാണ് പറയുന്നത്. ആഗോള ഓപ്പ് 46 കോടിക്ക് മുകളിൽ വരുമെന്നാണ് അവരുടെ കണക്കുകൾ. എന്നാൽ ഇതൊക്കെ ആദ്യ കണക്കുകളാണ്. വൈകിട്ടോടെ അന്തിമ കണക്കുകൾ പുറത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം 2ാം ദിനവും വൻ ബുക്കിംഗ് ആണ് ചിത്രത്തിന്. ബുക്ക് മൈ ഷോയിൽ പല ഘട്ടങ്ങളിലും മണിക്കൂറിൽ 20,000 ടിക്കറ്റിന് മുകളിൽ വിൽപ്പന ഉണ്ടായിരുന്നു. ട്രാക്കർമാരുടെ കണക്ക് പ്രകാരം ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ദൃശ്യം 3 ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് വാരാൻ പോകുന്നത് 85 മുതൽ 90 കോടി വരെയാണ്. അതായത് 3 ദിവസം കൊണ്ട് ചിത്രം 100 കോടി കടക്കുമെന്ന് ഉറപ്പായി. ഇതോടെ ഏറ്റവും വേഗത്തിൽ 100 കോടി പിന്നിടുന്ന 2ാമത്തെ മലയാള ചിത്രമായി മാറും ദൃശ്യം 3. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിലെത്തിയ മലയാള ചിത്രം എമ്പുരാനാണ്. വെറും 2 ദിവസം കൊണ്ടാണ് എമ്പുരാൻ അത് സാധ്യമാക്കിയത്. അടുത്ത സ്ഥാനത്തുള്ള തുടരും 6 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബ് നേടിയത്.